ഹലോ, ഫുഡ് ആൻഡ് വിഷസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷീർ കുറുമയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വീട്ടിലൊരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സേമിയ പായസം ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഇത് സേമിയ പായസം പോലെയാണെങ്കിൽ പോലും നമ്മളിതിനകത്ത് കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് വളരെ സ്പെഷ്യലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഹോളെന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നിങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നാലോ. നമ്മുടെ ഷീർ കുറുമ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു 1.5 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഒരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കായിട്ട് വേണ്ടത് ഇതേപോലെ കുറച്ച് നട്ട്സും കുറച്ച് ഡേറ്റ്സും ഒക്കെയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 10-15 പിസ്ത, ഇതേപോലെ ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഒരു 4-5 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു 10-15 പിസ്ത, പിന്നെ അതേപോലെ ഒരു 10 ബദാം, അതേപോലെ കുറച്ച് കാഷ്യൂനട്ട്, ഇതൊരു 10-20 കാഷ്യൂനട്ട് ഉണ്ട്. പിന്നെ ഒരു 4-5 ഡേറ്റ്സ് മാത്രം ഞാൻ കുതിർത്തെടുത്തിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ വെള്ളത്തിലൊരു 4-5 മണിക്കൂർ നന്നായിട്ട് കുതിർത്തെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ വെർമിസെല്ലിയാണ്. ഇത് വളരെ തിന്നായിട്ടുള്ള വെർമിസെല്ലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റഡ് അല്ല. നിങ്ങളിത് എടുക്കുമ്പോൾ റോസ്റ്റഡ് ആയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിതിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 1.25 കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെർമിസെല്ലി എല്ലാം നമ്മൾ ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനൊന്ന് ചൂടായി വന്നു കഴിയുമ്പം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്യ് ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഇതൊന്ന് ചൂടായി വരുന്നത് പോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ നട്ട്സൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ പാകത്തിന് മതി നമുക്ക് വറുത്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് നെയ്യിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. 1.25 കപ്പ് വെർമിസെല്ലി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നെ ഒരു ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സേമിയ ഇവിടെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമ്മളിവിടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാല് ഇവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ പാല് ഇവിടെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയതായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വന്നിട്ട് നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. എപ്പോഴും ഇതിനകത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതാണ് രുചി. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് രുചി കിട്ടും. അപ്പം നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഉണക്കമുന്തിരിങ്ങ ചേർക്കുന്ന സമയത്ത് ഇത് ഫ്രൈ ചെയ്യുകയൊന്നും വേണ്ട, വെറുതെ ഇങ്ങോട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇത് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ അതിലേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറിയ തീ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നേരം നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്ത് ഈ പാലൊക്കെ ഒന്ന് കുറുകി വരുന്നവരെ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെർമിസെല്ലിയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരും. അപ്പോൾ അതേ പരുവാകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇത് ഈ വെർമിസെല്ലിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ കുറുമയ്ക്ക് നല്ല മധുരം ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മധുരം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. ഈ റോസ് വാട്ടർ നമുക്കൊരു പ്രത്യേക ഫ്ലേവർ തരും ഇതിന്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ വെർമിസെല്ലിയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് മതി, ഒത്തിരി അങ്ങോട്ട് കുറുകി പോകണ്ട, പക്ഷെ ഒത്തിരി ലൂസാവാനും പാടില്ല. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് നന്നായിട്ട് ആറിയതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷീർ ഖുർമയുടെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇപ്പം നമ്മളിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ ഞങ്ങളുടെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടത്തിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.